ബോബി ചെമ്മണ്ണൂരിനെതിരായ നടപടികൾ അവസാനിപ്പിച്ച് ഹൈക്കോടതി. ബോബി മാപ്പ് പറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി ഇത്തരത്തിൽ ഉണ്ടാവുന്നത്. മാപ്പപേക്ഷ കോടതി അംഗീകരിച്ചു. ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നാക്കുപിഴയെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇനി ഇത്തരത്തിൽ ആവർത്തിക്കില്ലെന്ന് ബോബിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജിയോ പോൾ കോടതിയിൽ അറിയിച്ചു. അതേസമയം കോടതി കർശനമായ താക്കീതും നൽകിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്തായാലും ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയുന്നു, കോടതി അത് സ്വീകരിക്കുന്നു. ഇതോടുകൂടി ആ വിവാദ നീക്കങ്ങൾ പൂർണ്ണമായും അവസാനിക്കുകയാണോ? അങ്ങനെയാണ് സജിത്ത്. ഇപ്പോൾ ആ നീക്കങ്ങൾ അവസാനിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ നിരുപാധികമായ ജാമ്യാപേക്ഷ അത് കോടതി സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും ഈ നടപടികൾ അവസാനിക്കുകയാണ്. നേരത്തെ ഈ കോടതി പല നിശിതമായ വിമർശനമാണ് ബോബി ചെമ്മണ്ണൂരിന് ഇക്കാര്യങ്ങളിൽ നേരിടേണ്ടി വന്നത്. തുടക്കം ഇന്ന് 2 തവണയായി കേസ് പരിഗണിച്ചു. അതിനുശേഷമാണ് 3ാം വട്ടം ഇത് തീർപ്പാക്കുന്ന രീതിയിലേക്ക് നിരുപാധിക മാപ്പ് അത് സ്വീകരിക്കുന്ന രീതിയിലേക്ക് വന്നത്. ആദ്യ 2 ഘട്ടം പരിഗണിക്കുമ്പോഴും അത് ബോബി ചെമ്മണ്ണൂരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്തുകൊണ്ടാണ് ഇന്നലെ ജാമ്യം അനുവദിച്ചിട്ടും പുറത്തേക്ക് പോകാനിരുന്നത് എന്നതടക്കമുള്ള കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് പ്രതിഭാഗത്തോടും അതോടൊപ്പം തന്നെ സർക്കാർ അഭിഭാഷകനോടും ആവശ്യപ്പെട്ടിരുന്നത്. എന്തുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയില്ല എന്നത് പറയുന്നതിന് വേണ്ടി. ഇതിൽ ഈ കാര്യങ്ങളിൽ പറഞ്ഞത് അത് മാത്രവുമല്ല, ഇയാളുടെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു പുറത്തേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നു. അത് നാവുപിഴ കൊണ്ട് സംഭവിച്ചു പോയതാണെന്നാണ് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നത്. റിലീസിംഗ് ഉത്തരവ് അഭിഭാഷകന് ഇന്നാണ് ലഭിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മെട്രോ പണിയിൽ ഉണ്ടായിരുന്നതിനാൽ അവിടേക്ക് ട്രാഫിക് ജാം ആയതുകൊണ്ട് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല ജയിലിലേക്ക് എന്നത് അദ്ദേഹം പറയുകയും ചെയ്തു. സംഭവിച്ച കാര്യങ്ങളിൽ സങ്കടമുണ്ടെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. എന്നാൽ കോടതിയെ അപമാനിക്കുന്നതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നടപടിയെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥയോട് ബോബി ചെമ്മണ്ണൂർ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞു. ബോബി ചെമ്മണ്ണൂർ സ്വന്തം കാര്യം നോക്കുമെന്നും ഇത്തരം കാര്യങ്ങളിൽ കോടതിയുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നും പറഞ്ഞു. തുടർന്നാണ് നിരുപാധിക മാപ്പ് പറയുന്നതായി, മാത്രവുമല്ല ഇതുപോലുള്ള ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇനി ഉണ്ടാവരുതെന്ന് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ബോധിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഇത് നടപടികൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. യെസ്, അതാണ് സാഹചര്യം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ തൃശ്ശൂരിലെ വസതിയാണ്. അദ്ദേഹം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളെ 4 മണിക്ക് കാണുമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് പിന്നോട്ട് പോയി എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കോടതിയിൽ അദ്ദേഹം നിരുപാധികമായ മാപ്പപേക്ഷയാണ് നടത്തിയിരിക്കുന്നത്. തന്റെ ഭാഗത്തു നിന്നും ഇനി അത്തരം വീഴ്ചകൾ ഉണ്ടാവില്ല, തെറ്റുപറ്റി എന്നതാണ്. കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് സാഹചര്യം.